നമസ്കാരം. കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു അഴിമതിക്കാരനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. KA രതീഷ് എന്നാണ് ആ അഴിമതിക്കാരൻ്റെ പേര്. കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ MD എന്ന പദവിയിലിരുന്നുകൊണ്ട് കോടികളാണ് രതീഷ് അടിച്ചു മാറ്റിയത്. ഏതാണ്ട് 13ഓളം ഏജൻസികൾ രതീഷിൻ്റെ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തി. രതീഷിന് ഒടുവിൽ ആ പദവി നഷ്ടപ്പെട്ടു. രതീഷിൻ്റെ സഹകൊള്ളക്കാരനായ INTUC നേതാവ് R ചന്ദ്രശേഖരനെ രക്ഷിക്കാൻ പിണറായി വിജയൻ 10 വർഷവും കിണഞ്ഞു പരിശ്രമിച്ചു. ആ പരിശ്രമം തുടരാനായിരുന്നു VD സതീശൻ്റെ താല്പര്യം. പക്ഷേ ഹൈക്കോടതി സമ്മതിച്ചില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് A ബദറുദ്ദീൻ പലതവണ കർശനമായ താക്കീത് കൊടുത്തപ്പോൾ രതീഷിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരായി. എന്നിട്ടും അഴിമതിക്കാരനായ രതീഷിനെ ഉന്നതമായ 3 പദവികളിൽ നിയോഗിച്ച് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് ഖജനാവിനെ കട്ടുമുടിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ നായക പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ എന്തുകൊണ്ടാണ് KA രതീഷ് എന്ന അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നത് എന്നത് ഒരു കടങ്കഥയായി അവശേഷിക്കുകയാണ്. അഴിമതിക്കാരന് 3 പദവികൾ, അതായത് ഖാദി ബോർഡിൻ്റെ സെക്രട്ടറി, റൂട്രോണിക്സ് എന്ന് പറയുന്ന ഒരു സഹകരണ സംഘത്തിൻ്റെ ചെയർമാൻ, ഒപ്പം ഖാദി ക്ഷേമനിധി ബോർഡിൻ്റെ CEO. ഈ 3 ഉന്നത പദവികളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോഴും ഇയാൾ അഴിമതി നടത്തുന്നു. ഖാദി ബോർഡിൽ അനധികൃത നിയമനം നടക്കുന്നെന്നും ഖാദി ബോർഡിൽ കള്ളഖാദി വാങ്ങി കോടികൾ അടിച്ചു മാറ്റുന്നു എന്നുള്ള ആരോപണം സജീവമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കണമെങ്കിൽ 65 വയസ്സ് വരെ പാടുള്ളൂ എന്ന് നിയമമുണ്ടായിട്ടും 65 പിന്നിട്ട ഈ കള്ളൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 24 വർഷവും ഇങ്ങനെ മാറി മാറി വരുന്ന സർക്കാരുകളിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്നത് എന്നത് ഞെട്ടിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ സർക്കാർ മിണ്ടുന്നില്ല, പകരം ഈ കള്ളനെ സംരക്ഷിക്കുന്നു. ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പൊതുപ്രവർത്തകനായ KM ഷാജഹാൻ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നു. ഹർജി ഇന്ന് പരിഗണിച്ചത് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചാണ്. ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ചു, ഇങ്ങനൊരു അഴിമതിക്കാരനെ ഇത്രയും സുപ്രധാനമായ പദവികളിൽ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രഥമ ദൃഷ്ടിയ ആരോപണം ഗൗരവമുള്ള ഒരു കുറ്റകൃത്യമായി കാണുന്നു. എന്തുകൊണ്ടാണ് ഈ അഴിമതിക്കാരനെ നിങ്ങളിങ്ങനെ സംരക്ഷിക്കുന്നത്? ഇയാൾ അഴിമതിക്കാരനാണെന്ന് പല ഏജൻസികൾ കണ്ടെത്തി ഇയാൾക്കെതിരെ പ്രോസിക്യൂഷൻ നടത്താൻ കോടതി അനുമതി കൊടുത്തിട്ടും 65 വയസ്സ് പിന്നിട്ട് അഴിമതിക്കാരനെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? സുപ്രധാനമായ ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. അഴിമതി നടത്താൻ പരുവത്തിനുള്ള വകുപ്പിലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആവുമല്ലേ അങ്ങനെ ഒരു ഇരിപ്പ് എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. ഇതിനേക്കാൾ വലിയ നാണക്കേട് VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ലഭിക്കാൻ പോകുന്നില്ല. VD സതീശൻ അഴിമതി വിരുദ്ധ പോരാളിയാണ്, വികസന നായകനാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു അഴിമതിക്കാരനെ ചുമന്ന് നടക്കുന്നത്? ഇയാളാവട്ടെ മന്ത്രിമാരെ സോപ്പിടുന്നതിന് വേണ്ടി ജില്ലാ ഖാദിമേള എന്ന നിലയിൽ സംസ്ഥാന തലത്തിൽ ഓരോ ജില്ലകളിലും പോയി അതാതിടങ്ങളിലെ മന്ത്രിമാരെ ഉദ്ഘാടകനായി ക്ഷണിച്ച് അവരോടൊപ്പം ഞെളിഞ്ഞിരുന്ന് പേരെടുക്കുകയാണ്, അഴിമതിക്ക് കളമൊരുക്കുകയാണ്. ഈ അഴിമതിക്കാരനൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യേണ്ട ഗതികേട് സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിക്കും തൊഴിൽ വകുപ്പ് മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു. മന്ത്രി ഷിബു ബേബി ജോണിനെ പോലെ ചിലർ മാത്രമാണ് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത്. ഇയാൾ എല്ലാ ജില്ലകളിലേക്കും ഓടി നടന്ന് ഈ അഴിമതിയുടെ പാപക്കറ മറ്റു മന്ത്രിമാർക്ക് പകർന്നു കൊടുക്കുകയാണ്. അതിന് വിശദാംശങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ കൊടുത്തിരുന്നു. ഇത്രയും വലിയൊരു അഴിമതിക്കാരനെ ഇനിയും എന്തിനാണ് 65 വയസ്സ് പിന്നിട്ടിട്ടും ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ട് സർക്കാർ ചുമക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അയാൾ എല്ലാ ആഴ്ചയിലും അവധി ആഘോഷിക്കാൻ കോവളം ലീലയിലെത്താറുണ്ട് കുടുംബസമേതം. അതിൻ്റെയൊക്കെ ചെലവ് എഴുതിയെടുക്കുന്നത് സർക്കാർ വകുപ്പിലാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. 3 ഡിപ്പാർട്ട്മെൻറ്റിന് ചുമതലയുള്ളത് കൊണ്ട് 3 നിന്നും വേണമെങ്കിൽ ചെലവ് എഴുതിയെടുക്കാമല്ലോ. എന്തുകൊണ്ടാണ് VD സതീശൻ മനസ്സോടെ ഇയാളെ ചുമക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമെത്തുന്നത് ഇയാളുടെ നിയമനമാണ്. 2003 PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരുന്നപ്പോഴാണ് കരുനാഗപ്പള്ളിയിൽ ഒരു കേബിൾ TV പരിപാടി നടത്തി പാപ്പരായിപ്പോയി ഇയാളെ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്ന കഥ അറിയുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് എന്തോ കാരണത്താൽ പ്രത്യേക വാത്സല്യമുള്ളത് കൊണ്ട് ഈ കള്ളനെ കുഞ്ഞാലിക്കുട്ടി ചേർത്ത് പിടിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുമായി ഉടക്കാൻ താല്പര്യമില്ലാത്തതിനാൽ VD സതീശൻ മൗനാനുവാദം കൊടുക്കുന്നു. ഹൈക്കോടതി എടുത്തിട്ടലക്കിയിട്ടും ഇയാളെ ചുമന്നുകൊണ്ട് നടക്കാനാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഭാവമെങ്കിൽ തീർച്ചയായും അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് അത് കളങ്കമായി മാറും. അതുകൊണ്ട് ഒരു നിമിഷം പോലും വൈകാതെ ഈ കേസിൻ്റെ അടുത്ത സിറ്റിംഗിൽ എത്തുന്നതിന് മുൻപ് ഇയാളെ സകല പദവികളിൽ നിന്നും പിരിച്ചുവിട്ട് ഇയാൾ നടത്തിയ അഴിമതിയെക്കുറിച്ച് വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സർക്കാരും തയ്യാറാവണം. ഇത്തരം അഴിമതിക്കാരെ ചുമന്നു നടന്നാൽ സർക്കാരിൻ്റെ ഇമേജിന് കോട്ടം തട്ടുമെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക.
പരാതിക്കാരനായ KM ഷാജഹാൻ പറയുന്നത് കൂടി കേൾക്കുക. നമസ്കാരം ഷാജഹാൻ സാറേ, ഞാനിന്ന് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ കണ്ടു. ഈ വിഷയം ഞങ്ങളും കൈകാര്യം ചെയ്തിരുന്നു. അപ്പൊ ഇത് ഏതാണ്ട് പശ്ചാത്തലം എന്ന് പറയുമോ? ഇങ്ങനെ ഒരു കോടതി ഈ കേസിന്റെ പശ്ചാത്തലം എന്ന് പറയാമോ? അല്ല, അത് ഷാജൻ തന്നെ നേരത്തെ അത് വിശദമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ നമുക്കറിയാം, ഈ സതീശൻ സർക്കാരാണ് അതിനകത്ത് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്ത് ഉത്തരവിറക്കിയത്. രണ്ടു മൂന്നാഴ്ച കാലമായി. അപ്പൊ ആ ഉത്തരവിറക്കിയ സർക്കാരിലെ മുഖ്യമന്ത്രിയുടെ കീഴിൽ ആ പ്രോസിക്യൂഷൻ ആ അഴിമതി കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള K രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഴിമതിക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഒരു സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളത് മാത്രമല്ല, അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്ത മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ അയാൾ 2 ഉന്നത സ്ഥാനത്ത് തുടരുന്നു എന്ന് പറയുന്നത് അത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. മനസ്സിലായി. ഒന്ന് എന്ന് പറയുന്നത് ഖാദി ബോർഡ്. മനസ്സിലായി. ഖാദി ബോർഡിൽ നമുക്കറിയാം, പക്ഷെ അതിനറിയുള്ളത് ഖാദി ബോർഡിൽ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, പിന്നെ ഒരു വൈസ് ചെയർമാൻ ഉണ്ട്, ഒരു സെക്രട്ടറിയും ഉണ്ട്. എന്നാൽ ആ വൈസ് ചെയർമാൻ ഈ കോർട്ട് ടെർമിനസ് ആയിട്ട് സർക്കാർ മാറിയപ്പോഴത്തേക്കും P ജയരാജൻ രാജിവെച്ചു പോയി. അപ്പൊ പിന്നെ ഖാദി ബോർഡിലെ മുഴുവൻ കാര്യങ്ങളുടെ മേലും അധികാരമുള്ള ആളായിട്ട് തുടരുന്നത് ഖാദി ബോർഡിന്റെ സെക്രട്ടറി ആയിട്ടുള്ള K രതീഷാണ്. ആ രതീഷുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100-200 കോടി രൂപയുടെ വ്യാജ ഖാദി വാങ്ങി കേരളത്തിലെ ഖാദി വിൽക്കുന്ന കടകൾ മുഴുവൻ കുത്തി നിറച്ച് ഏതാണ്ട് 10-30 കോടി രൂപയുടെ കമ്മീഷൻ പറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലും ഇയാൾ വ്യാപൃതനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ തന്നെ റൂട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്ഥാപനത്തിന്റെ MD ആയിട്ടും ഇയാൾ തുടരുന്നു. അതിന്റെയും ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഇത്രയും വലിയൊരു അഴിമതിക്കാരൻ, അയാൾ എത്രയോ വലിയ അഴിമതിക്കാരനാണെന്നുള്ള സംബന്ധിച്ച് ഷാജൻ തന്നെ വിശദമായിട്ട് വീഡിയോ ചെയ്തിരുന്നതാണ്. ഇപ്പൊ എന്റെ അഭിഭാഷകൻ എന്ന് കോടതി പറഞ്ഞ പോലെ കമ്പനീസ് ആക്ട് പ്രകാരം 5 വർഷത്തിൽ കൂടുതൽ ഒരു സ്ഥാനത്തിരിക്കാൻ പാടില്ല. ഇയാൾ 11 വർഷക്കാലമാണ് ഇരുന്നത്. മനസ്സിലായി. എന്ന് മാത്രമല്ല, പിണറായി സർക്കാർ ഇയാൾക്ക് കുത്തനെ കൂട്ടിക്കൊടുത്ത് ശമ്പളം 3-4 ലക്ഷം രൂപയുടെ ശമ്പളമാണ് കൊടുത്തത്. അല്ല, ഇയാൾ എങ്ങനെയാണ് ഇവർക്കെല്ലാം ഇത്ര പ്രിയങ്കരനായി തുടരുന്നതെന്ന് വല്ല ധാരണയുണ്ടോ 2 കൂട്ടർക്കും? അല്ല, അത് ഇന്ന് എന്റെ അഭിഭാഷകൻ എന്ന് കോടതിയിൽ ചോദിച്ചു ഇതിന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അതായത് 600 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള പണത്തിന്റെ കൊഴുപ്പിലാണോ ഇയാൾ തുടരുന്നത് എന്ന് നമുക്ക് അത്ഭുതപ്പെടേണ്ടി വരും. ശരി. ഇയാൾക്ക് പ്രത്യേകിച്ച് യോഗ്യത ഇല്ലാത്ത ഒരാളായിരുന്നു പറഞ്ഞു. ഇയാൾ അവിടെ 2003 മുതൽ അതെ 2003 മുതൽ തുടരുകയാണ് അയാള്. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതിനെ PIL കൊടുത്തല്ലേ, പബ്ലിക് ഇൻഡസ്ട്രി PIL ഇത് ഇയാളെ നീക്കണം എന്നുള്ള മാൻഡമസ് എന്നുള്ളത് ആവശ്യം നമ്മള് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചിലായിരുന്നു. PIL എന്ന് പറയുമ്പോൾ നമുക്ക് ചീഫ് ജസ്റ്റിസിന്റെ മുന്നിലല്ലേ കൊണ്ടുവരാൻ പറ്റൂ. മനസ്സിലായി. അപ്പൊ ഇത് ഇനിയിപ്പോ സംഭവിച്ചിരിക്കുന്ന ഒരാഴ്ചക്കുള്ളിൽ ചോദിച്ചിരിക്കണം. അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ ഇയാളെ മാറ്റിയേ പറ്റുള്ളൂ. ഇയാളെ 65 വയസ്സും കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, അതും കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പം യഥാർത്ഥത്തിൽ വിജിലൻസിനൊരു പരാതി ഇയാളുടെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കണമെന്നും കൂടെ നമ്മൾ അത് കൊടുക്കണം. കാരണം ഇയാൾ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ, കേസ് കൊടുക്കണം എന്തായാലും. അതെ, അത് ഇന്ന് എന്റെ വക്കീൽ പറഞ്ഞിരുന്നു. ഇന്ന് എന്റെ വക്കീൽ കോടതി പറഞ്ഞത്, V. സേതുനാഥ് കോടതി പറഞ്ഞത്, പാവപ്പെട്ടവരാണെങ്കിൽ അവന്റെ മേല് 5-6 റെയ്ഡ് വരെ അവന്റെ വീട്ടിൽ നടത്തും. ശരി. പക്ഷെ ഇയാൾ 100-200 കോടി രൂപ ചെയ്തിട്ടും, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വിജിലൻസ് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പൊതുപ്രവർത്തനം എന്നുള്ളതിൽ വലിയൊരു അഭിമാനം എന്ന് പറയുന്നത് ഇടതും വലതും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒത്തുതീർപ്പിനെതിരെയും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളുമായി ചെയ്തു പോകാൻ കഴിയും എന്നുള്ള ഒരു വലിയൊരു സ്പേസും കൂടി ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പ്രസക്തം.